വല്ലാത്ത കൺഫ്യൂഷനാണല്ലോ. BJP അധ്യക്ഷൻ നദ്ദ ക്യാബിനറ്റ് മന്ത്രിയാവുന്നു. ആരായിരിക്കും അടുത്ത അധ്യക്ഷൻ? വല്ലാത്തൊരു ചോദ്യം തന്നെയാണ് കേട്ടോ. അത് ഇപ്പോൾ സത്യപ്രതിജ്ഞ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ എല്ലാ സീനിയേഴ്സിൻ്റെയും BJPയുടെ ഒരു ഒന്നാം നിര ടീമിലെ മുഴുവൻ പേരും ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരായി കഴിഞ്ഞു. നമ്മൾ ചൗഹാൻ ചിലപ്പം ആയേക്കും BJP അധ്യക്ഷനായിരിക്കും. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് വലിയ ഗ്ലാമറോട് കൂടി വന്നു. അവിടെ അദ്ദേഹം മാറുന്നത് അവരുടെ ഡോക്ടർ മാമയാണ്. ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തെ, ശിവരാജ് സിംഗ് ചൗഹാൻ. അദ്ദേഹം ഒരു പക്ഷേ BJP ആദ്യത്തെ പറഞ്ഞു കേട്ട പേരിൽ അദ്ദേഹത്തിൻ്റെ പേരുകളും മാധ്യമങ്ങൾ പറഞ്ഞതിൽ മന്ത്രി പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നദ്ദയുടെ പേരുണ്ടായിരുന്നു. ഒരു പക്ഷേ ചൗഹാൻ ആയിരിക്കും BJP അധ്യക്ഷൻ. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ മധ്യപ്രദേശിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് എന്നൊരു ധാരണ. അതും പൊളിഞ്ഞു. അദ്ദേഹത്തെ മന്ത്രിയാക്കി. ഇനി ആരാ ഉള്ളത്? ഒന്നാം നിരയിലെ പേരുകൾ നമുക്ക് പരിചയമുള്ള BJPയിലെ മുഖങ്ങളൊന്നോ എല്ലാം ഇപ്പോൾ മന്ത്രിസഭയിൽ വന്നു കഴിഞ്ഞു. ഇനി ആരാണ്? ഇതാണ് BJP മാജിക് അല്ലേ? അല്ലെങ്കിൽ മോദി മാജിക്, അല്ലെങ്കിൽ RSS മാജിക് ആയിരിക്കാം. നമ്മുടെ മന്ത്രിസഭയിലുള്ള ആളുകൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സഹമന്ത്രി ആയിരിക്കും എന്ന് കേൾക്കുന്നു. ജോർജ് കുര്യൻ്റെ പേര് ആരും പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായ എന്തൊക്കെയാണോ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അതൊക്കെ സംഭവിക്കുന്നത്. ഈ ചൈനയിലെ ഇരുമ്പുമറ എന്നൊക്കെ പറയുന്ന പോലെ BJPയിലും ഒരു വലിയ ഇരുമ്പുമറയുണ്ടോ? എന്തായാലും തീരുമാനമെടുക്കുന്നത് ജനങ്ങളുടെ ഒരു നമ്മുടെ സങ്കല്പത്തിന് അല്ലെങ്കിൽ അചിന്ത്യമായ തീരുമാനങ്ങൾ വരുന്നു എന്നുള്ളതാണ് പലപ്പോഴും. നമ്മൾ ഒരു എല്ലാ അൺപ്രഡിക്റ്റബിൾ. ഇപ്പോൾ ഊഹക്കച്ചവട ഒരുവിധം ഊഹത്തിലെ വിദ്വാൻമാരുണ്ടല്ലോ, ഊഹവിദഗ്ധന്മാർ, അവരുടെയൊക്കെ സാധ്യതകളെ, സങ്കല്പ സാധ്യതകളെ മറികടന്നുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് പലപ്പോഴും വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഇനി മുതൽ ഇപ്പോൾ സകല മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും കുറേ ദിവസത്തേക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കാൻ എല്ലാ സാധ്യതയും എല്ലാം കഴിയുമ്പോൾ പ്രതീക്ഷിക്കാത്തൊരു വഴിക്ക് ഞെട്ടിക്കുന്ന ഒരു ഉത്തരവും ഒരു പേര് വരുമായിരിക്കും. എന്നാലും സാധാരണ രീതിയിൽ സീനിയർ മോസ്റ്റ്, പക്ഷേ ഈ ആളുകളൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ നദ്ദ വന്നപ്പോഴും അങ്ങനെയാണ്, രാജ്നാഥ് സിംഗ് വന്നപ്പോഴും അങ്ങനെയാണ്. അന്നതൊരു പുതിയ പേരാണല്ലോ. അപ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തി കൊണ്ടുവരാൻ കരുതി വെച്ചിട്ടുള്ള ആരെങ്കിലും തീർച്ചയായിട്ടും. നമ്മുടെ രാഷ്ട്രപതിമാർ വന്ന പേര് നോക്കൂ, ഒരാളും വിചാരിക്കാത്ത പേരുകൾ, ഒട്ടും പ്രതീക്ഷിക്കാത്ത പേരാണ്. ഈവൻ APJ അബ്ദുൽ കലാമിൻ്റെ പേര് വന്നപ്പോൾ പോലും ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വല്ലാത്തൊരു എൻട്രി ആയിട്ടാണ് വന്നത്. അപ്പോൾ പിന്നീട് രാംനാഥ് കോവിന്ദ് വേറൊരു തരത്തിൽ ചരിത്രം കുറിക്കുകയാണല്ലോ ഇവർ. ഓരോ കൊണ്ടുവരിക വഴി ഒരു ഹിസ്റ്ററി മേക്ക് ചെയ്യാണ് ശരിക്കും. രാംനാഥ് കോവിന്ദ് വന്നു, ഇപ്പോൾ ഇതാ മുർമു വന്നു. അതൊക്കെ വളരെ വ്യത്യസ്തമായ സാധനങ്ങളാണല്ലോ. അതൊക്കെ ഒരാൾക്കും ഒരു ഊഹത്തിന് വക കൊടുക്കില്ല എന്ന് മാത്രമല്ല, ആളുകൾക്ക് പലതരത്തിൽ ആഘോഷിക്കാനും ആളുകൾക്ക് ചരിത്രം കുറിച്ചതായിട്ട് രേഖപ്പെടുത്താനും കണ്ണു തള്ളാനും ഒക്കെ വരുന്ന അവസരങ്ങൾ വരികയാണല്ലോ. അത് BJPക്ക് മാത്രമേ കഴിയൂ ഇന്ത്യൻ പൊളിറ്റിക്സിൽ. അല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ തീരുമാനമെടുത്താൽ സമ്പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു അനുയായി വൃന്ദം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഗുണമാണത്. കാഡർ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു മുറുമുറുപ്പ് പോലും ഇല്ലാതെ അംഗീകരിക്കുന്ന, അതായിരിക്കണം ഇത്രയും കാലം 100 കൊല്ലമായിട്ടിപ്പോൾ സംഘപരിവാർ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ. അച്ചടക്കം എന്നൊക്കെ വിളിക്കുന്ന അതിനെയാണല്ലോ. ഒരു പൊതുവായ കാര്യത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, പ്രസ്ഥാനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ലീഡർഷിപ്പിനെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണല്ലോ, സമ്പൂർണ്ണമായി ഏൽപ്പിക്കുകയാണ്. വിശ്വാസം, അത് സമ്പൂർണ്ണ വിശ്വാസമാണല്ലോ. ആ വിശ്വാസത്തോടെ അവരെടുക്കുന്ന തീരുമാനം ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. അത് ആയിരിക്കണം അതിൻ്റെ ഒരു ഗുണം. അത് വരുമായിരിക്കും. നല്ലൊരു പറഞ്ഞു കേട്ടിട്ടുണ്ടൊരു കഥ. ഗുജറാത്തിലെ BJPക്കാർക്ക് ഇഷ്ടമല്ലാതിരുന്നൊരു കഥാപാത്രമായിരുന്നു. അത്ര പ്രീതി ഉണ്ടായിരുന്നില്ല നരേന്ദ്രമോദിയോട്. അങ്ങനെ ഗുജറാത്തിൽ നിന്ന് അദ്ദേഹത്തെ നാട് കടത്തിയതാണ് ഡൽഹിയിലേക്ക്. അങ്ങനെ ദില്ലിയിലൊക്കെ കഴിയുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയുടെ വിളി വലിച്ചിരുന്നു. ദില്ലിയിലിരുന്ന് നിങ്ങൾക്ക് ഒരുപാട് തടി വെച്ചു, അതുകൊണ്ട് ഗുജറാത്തിലേക്ക് തിരിച്ചു വരൂ. അങ്ങനെ തിരിച്ചു വരുന്നു. നരേന്ദ്രമോദി കരുതുന്നത് അദ്ദേഹത്തിൻ്റെ സംഘടനാ ചുമതല, RSSൻ്റെ പ്രവർത്തനവും BJP ചുമതലയായിട്ട് ഡൽഹി കഴിയും. ഇനിയിപ്പോൾ ഗുജറാത്തിലേക്ക് ചുമതല, അടുത്ത ചാർജ് വരുന്നു, തിരിച്ചു വരുന്നു. ഗുജറാത്തിൽ ഗാന്ധിനഗറിൽ എത്തുമ്പോഴാണ് അറിയുന്നത് മുഖ്യമന്ത്രിയാവാനാണ് വരുന്നത്. ചെറിയ വിളിയല്ല, അതല്ലേ? ചെറിയ വിളിയല്ല, അപ്രതീക്ഷിതമാണ്. എങ്ങനെ വാജ്പേയി പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ വന്ന് മുഖ്യമന്ത്രിയാകാൻ വരുമെന്നല്ല, ദില്ലിയിൽ നിന്ന് നിങ്ങൾക്ക് തടി കൂടിയിരിക്കുന്നു, അല്ല അത് മനോഹരമായ ഒരു പ്രയോഗം, കാവ്യാത്മകമായ ഒരു പ്രയോഗമാണല്ലോ. പക്ഷെ അദ്ദേഹം കരുതുന്നത് വെറുതെ ഇരുന്നിട്ട് പണി കൂടി, അതുകൊണ്ട് ഓടി നടന്ന് തടി കുറയ്ക്കാനുള്ള കനപ്പെട്ട എന്തോ പണി. അല്ല, അത് എനിക്ക് തോന്നുന്നത് ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ശേഷി അതാണ് കേട്ടോ. ഒരാളുടെ കാലിബർ അളക്കുക,
ഞങ്ങൾക്ക് കിട്ടിയ അപ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ വന്നുപെട്ട ഒരാളുടെ സമ്പൂർണ്ണമായ ശേഷി അളക്കുക, ആ ശേഷിയെ കൃത്യമായി മനസ്സിലാക്കുക, അയാൾക്ക് പറ്റിയ ജോബ് അസൈൻ ചെയ്ത് കൊടുക്കുക. റോങ് പ്ലേസ്മെൻ്റാണ് പലപ്പോഴും പറ്റിക്കുന്നത്. പലപ്പോഴും ഒരാൾക്ക് പറ്റിയ പണിയല്ല ഏൽപ്പിക്കുക. നമ്മൾ പല പ്രസ്ഥാനങ്ങൾക്കും പറ്റുന്നതാണ്, വ്യക്തികൾക്ക് പറ്റുന്നതാണ്, സ്ഥാപനങ്ങൾക്ക് പറ്റുന്നതാണ്. അതായത് നമുക്ക് പറ്റിയ പണി അതിനകത്ത് കിടക്കുന്നുണ്ടാവും. അത് കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ് പേഴ്സണെ ഓൺ ദി റൈറ്റ് പ്ലേസ് അസൈൻ ചെയ്യുക എന്നുള്ളത് BJP സംഘം ആയിരിക്കണം. അതൊക്കെ എനിക്ക് തോന്നുന്നു സംഘത്തിൻ്റെ അവരുടെ നിരന്തരമായ പരിശീലനവും അവരുടെ ഈ ധ്യാനം, ഈ മനഃശുദ്ധീകരണം, സ്കാനിങ്, പ്രവർത്തകരെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക, അതൊക്കെ ആയിരിക്കണം. അതൊക്കെ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ RSS എന്ന് പറയുമ്പോഴേക്ക് കലി തുള്ളുന്നതിന് പകരം RSSൽ നിന്ന് എന്ത് പഠിക്കാനുണ്ട് എന്ന് നമ്മുടെ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ ആ തരത്തിൽ ആലോചിക്കുകയും വേണം. എന്തൊരു പ്രൊഫഷണലിസം അല്ലേ ആണ്. അത് ഭയങ്കര ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു കോൺഗ്രസ് പ്രസിഡന്റോ വേണ്ട, ഇപ്പോൾ കാഡർ സ്വഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് പോലും രഹസ്യങ്ങളില്ലാത്തൊരു കാലം വന്നു. ഇപ്പോൾ ഈ മന്ത്രിസഭ വരുന്ന ആലോചിച്ച് നോക്കൂ. ഈ നിമിഷം വരെ ആർക്കും അറിയില്ല ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകളാണ്. അറിഞ്ഞൂടാ, വകുപ്പ് അറിയില്ല, സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർക്ക് അറിയില്ല. അതെ, തീർച്ചയായിട്ടും അവർക്കറിയില്ല. അല്ല, അതാണ് ഒരു പ്രസ്ഥാനത്തിന് ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുക എന്ന് പറയുന്നത്. അത് ആർക്കും ഊഹിക്കാൻ പറ്റാത്ത. അല്ല, ആ മന്ത്രിസഭയുടെ കാര്യം പറയുമ്പം അതുപോലും മോദിയുടെ ഒരു അപ്രമാദിത്വമാണ്. അറിയാവുന്ന ഒരൊറ്റയാൾ ഒരുപക്ഷെ മോദി മാത്രമായിരിക്കും. ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫയലിൽ മാത്രമായിരിക്കും പേരുള്ളത്. ഒരു പക്ഷേ മോദിയുടെ മനസ്സിലുണ്ടാവും അടുത്ത BJP അധ്യക്ഷൻ്റെ പേര് ഉണ്ടാവുമായിരിക്കും. മാത്രമല്ല തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. അദ്ദേഹവുമായി ചർച്ച ചെയ്ത് ഉറപ്പായിട്ട്. കാരണം ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഇപ്പോൾ RSS തീരുമാനിച്ചാലും BJP പ്രസിഡന്റ് എന്ന് പറയുന്നത് മോദിയോട് ആലോചിക്കാതെ ഒന്നും തീരുമാനിക്കേണ്ടാവില്ല. മോദിക്ക് അറിയുമായിരിക്കും. പക്ഷേ അത് കീപ്പ് ചെയ്യാനുള്ളൊരു രണ്ടോ മൂന്നോ പേർക്കപ്പുറത്തേക്ക് ഇത് പോകുന്നത്, അത് പോകരുത് എന്നൊരു തീരുമാനമുണ്ടല്ലോ. അത് തീരുമാനിക്കാൻ കഴിയുക, നടപ്പാക്കാൻ കഴിയുക. നമ്മളെ വളരെ അതിശക്തന്മാരായ അപാര ഘ്രാണശേഷിയുള്ള നമ്മുടെ മീഡിയ ഭീമന്മാർക്കൊന്നും ഊഹിക്കാൻ പറ്റാതിരിക്കുക. അതിപ്പോൾ നേരത്തെ പറഞ്ഞു കേട്ടു, ഞാൻ എവിടെ ഒരു മീഡിയ ചർച്ചയിൽ ഞാൻ പറയുന്നത് കേട്ടു. ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ഡൽഹി കറസ്പോണ്ടൻറ്റ് ഒരു ലേഡിയാണ്. അവരപാരമായ സോഴ്സാണ് അത്ര. BJPയിൽ അവർക്ക് അറിയാത്ത ഒന്നുമില്ല. അപ്പോൾ അവരെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ചാനലിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വല്ല സൂചനയുണ്ടോ? അപ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്കും നിങ്ങൾക്കുള്ള സൂചനയുള്ളൂ, ഒരു സൂചനയില്ല എന്ന് പറഞ്ഞാൽ ആളുകളെക്കുറിച്ചുള്ള നമുക്ക് ഏത് സോഴ്സിൽ നിന്നായാലും ഒരു മീഡിയക്ക് കിട്ടേണ്ടതേ കിട്ടൂ. അല്ലാത്തത് ആരും അവർക്ക് താല്പര്യമുള്ളതേ കൊടുക്കുള്ളൂ, കൊടുക്കേണ്ടതേ കൊടുക്കുള്ളൂ, അല്ലാത്തത് കിട്ടൂല എന്നുള്ള അതിൻ്റെ അർത്ഥം. എക്കാലത്തും അങ്ങനെ തന്നെയാണ്. അതെ, അത് പ്രസ്ഥാനങ്ങൾ ഒരു സംഘടനയുടെ കെട്ടുറപ്പ്, അച്ചടക്കം എന്നൊക്കെ പറഞ്ഞ് പഠിക്കേണ്ടത്. പക്ഷെ നമുക്ക് വിഷയത്തിൽ തിരിച്ചു വരാം. ആരായിരിക്കും മാഷേ ആ BJP അധ്യക്ഷൻ? എനിക്കറിഞ്ഞൂടെ. എൻ്റെ മനസ്സിലാകെ ഇനിയിപ്പോൾ അവശേഷിക്കുന്ന ഒരേ ഒരു പേര് ഇപ്പോൾ യോഗി ആദിത്യനാഥാണ്. വല്ല സാധ്യത ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അത് രണ്ട് കാര്യം, സാധ്യത ഉണ്ടാവാതെ ഇരിക്കാനും സാധ്യതയില്ല. ആണോ? അല്ല, ഒരു പാർട്ടി BJP ആണ്. അതിന്റെ പിന്നിലെ ബ്രെയിൻ എന്ന് പറയുന്നത് സംഘപരിവാരമാണ്, RSS ആണ്. എന്തും സംഭവിക്കാം. ഒരു പക്ഷേ ഈ ഇലക്ഷനിൽ UPയിൽ ഒരു ചെറിയ സെറ്റ് ബാക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് എടുക്കണം എന്ന് തോന്നുന്നുണ്ടാവും. ഉത്തരവാദി അദ്ദേഹം അല്ല, മോദി പറഞ്ഞിട്ടുണ്ട് യോഗി അനിഷേധ്യനായ നേതാവാണ്, യോഗി തുടരും, യോഗിക്ക് എല്ലാ പിന്തുണയും എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം അല്ലാതൊരു പേര് ഇനിയിപ്പോൾ നമ്പർ 1 ലീഡേഴ്സിലേക്ക്, ഇപ്പോൾ A ക്ലാസ് മെമ്പേഴ്സ് ലീഡർഷിപ്പ് അവരൊക്കെ മന്ത്രിസഭയിലെത്തി, എല്ലാവരും എത്തി. അതിലിനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ദേശീയ തലത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞാൽ നമ്മൾ എണ്ണുന്നൊരു പേരാണ് യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥ് അവിടെ UP മുഖ്യമന്ത്രി ആയതുകൊണ്ട് മന്ത്രിസഭയിൽ വരുന്നില്ല. എന്നാൽ അദ്ദേഹത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ട് സാധ്യതയുണ്ട്. എനിക്ക് ഒരു പക്ഷേ ഹിന്ദുത്വ വികാരം ആളിക്കത്തിക്കാൻ, ഹിന്ദുത്വ വികാരത്തിന് എൻകാഷ് ചെയ്യുന്നൊരു നേതാവ് വരുന്നു എന്നുള്ള ഇമേജ് ഉണ്ടാക്കാൻ യോഗി BJP അധ്യക്ഷനായ കഴിയും, സാധിക്കും. അപ്പോൾ അത് അങ്ങനെ വല്ല സാധ്യതയുണ്ടോ? തീവ്ര ഹിന്ദുത്വത്തിലേക്ക് BJP അങ്ങനെ ഇപ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന ആദ്യത്തെ പേര് അതാണ്. പിന്നെ എനിക്ക് രണ്ടാമത്തെ പേരും മൂന്നാമത്തെ പേരും ഒരു 10 പേരെടുത്താൽ ആ പേരുകളൊക്കെ ഇപ്പോൾ മന്ത്രിസഭയിൽ വന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഈ രാത്രി ഇരുന്നിട്ട് നമുക്ക് ഊഹിക്കാവുന്ന ആദ്യത്തെ ഒരേ ഒരു പേര് എനിക്ക് തോന്നുന്നത്, പിന്നെ ആരെങ്കിലും സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും പരിഗണിക്കാനുണ്ടോ? അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പരിഗണിച്ചിട്ട് നോർത്ത് ഇന്ത്യയെ കോൺക്വർ ചെയ്യാൻ പറ്റുന്നൊരു നേതാവ് ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ നമ്മളെ സീനിയേഴ്സിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് കുമ്മനമാണുള്ളത്, അല്ലെങ്കിൽ രാജേട്ടനാണുള്ളത്. കേരളത്തിൽ നിന്ന് കൊണ്ടുപോകാൻ സീനിയേഴ്സ് അവർക്കൊന്നും അതിനുള്ള ആവതുമില്ല, ശേഷിയില്ല, അവരെ അറിയില്ല.
ഇന്ത്യയിലെ മുഴുവൻ BJP പ്രവർത്തകരും അറിയുന്ന പിന്നെ പരിഗണിക്കാൻ PS ശ്രീധരൻപിള്ളക്ക് വല്ല സ്കോപ്പും ഉണ്ടോ? BJP അധ്യക്ഷനാവാൻ സാധ്യതയൊന്നുമില്ലല്ലോ. അദ്ദേഹത്തെ 2 തവണ ഗവർണർക്ക് ആക്കിയതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഏതായാലും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു പേര് വരും. വരുമായിരിക്കും, തീർച്ചയായിട്ടും. ഹിന്ദി ബെൽറ്റിൽ നിന്നാവാനാണ് കുറെ കൂടി സാധ്യത. സ്മൃതി ഇറാനി സാധ്യതയുണ്ടോ? ഇല്ല. കാരണം അവരെ പ്രസിഡന്റ് ആക്കാനൊക്കെയുള്ള അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടോ അറിയില്ല. ഒരാൾ അസൈൻ ചെയ്ത് വർക്ക് ചെയ്താലേ കപ്പാസിറ്റി ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. അവർ നല്ല മന്ത്രിയായിരുന്നു, വളരെ ഗ്ലാമറസ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തൊരു മന്ത്രിയായിരുന്നു, പ്രസൻസ് ഫീൽ ചെയ്യിച്ച മന്ത്രിയായിരുന്നു. പക്ഷേ വൈബ്രന്റ് ആയിരുന്നു. എന്താണ് അവർ തോറ്റു? ദയനീയമാണ് ആ തോൽവി. ചില തോൽവികളൊക്കെ നമുക്ക് വലിയ അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ആരാകും BJP പ്രസിഡന്റ്? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് പക്ഷെ അതിന് അനുബന്ധമായി വേറെ കാര്യമുണ്ട്. നദ്ദ മാറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ BJP കോൺഗ്രസിന് പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഫോർമുലയാണ് BJPയുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ എല്ലാ നോമിനേഷനാണ്. എല്ലാ സംസ്ഥാന പ്രസിഡന്റുമാരും നോമിനേറ്റഡാണ്, എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും നോമിനേറ്റഡാണ്, എല്ലാ ബൂത്ത് പ്രസിഡന്റുമാരും നോമിനേഷൻ വഴി. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സംഗതി ഇല്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സംഗതി കുറേ കാലമായി BJPയിലും ഇല്ല. അല്ല, നേരത്തെ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. പ്രതിനിധി സമ്മേളനവും തെരഞ്ഞെടുപ്പ് അതൊക്കെ ഉണ്ടായിരുന്നു. നാഷണൽ കൗൺസിൽ മീറ്റിംഗ് ചേരാറുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് BJPയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നതായി സമീപകാലത്ത് നമ്മൾ കേട്ടിട്ടില്ല. സംഘം തന്നെ ആയിരിക്കും തീരുമാനിക്കുന്നത്. BJP ആയിരിക്കും, സംഘമായിരിക്കില്ല. BJP വേറെ എൻറ്റിറ്റി ആണല്ലോ. BJPയിൽ തെരഞ്ഞെടുപ്പ് നോമിനേഷനാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റുമാരെ പോലും തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പോൾ ഇതിനകത്തൊരു സിമ്പിൾ ലോജിക്ക് നദ്ദ മാറുന്നു. നദ്ദ തീരുമാനിച്ച സംസ്ഥാന പ്രസിഡന്റുമാരാണ് ഇരിക്കുന്നത്. ആ സംസ്ഥാന പ്രസിഡന്റുമാരെ നിശ്ചയിച്ച ജില്ലാ പ്രസിഡന്റുമാരാണ് ഇരിക്കുന്നത്. ആ ജില്ലാ പ്രസിഡന്റുമാരെ നിശ്ചയിച്ച മണ്ഡലം പ്രസിഡന്റുമാരാണ് ഇരിക്കുന്നത്. ആ മണ്ഡലം പ്രസിഡന്റുമാർ തീരുമാനിച്ച ബൂത്ത് പ്രസിഡന്റുമാരാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ടീം മാറേണ്ടി വരും ഒരു പക്ഷേ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് വരെ മാറിയില്ലെങ്കിലും ദേശീയ അധ്യക്ഷൻ മാറുമ്പോൾ പുതിയ അധ്യക്ഷന് കംഫർട്ടബിൾ ആയിട്ടുള്ള, അദ്ദേഹത്തിന് ഹാൻഡി ആയിട്ടുള്ള ലീഡർഷിപ്പ് സംസ്ഥാനങ്ങളിൽ വരണം, മറ്റ് സീറ്റുകളിലും വരണം, ജനറൽ സെക്രട്ടറിമാരിൽ വരണം, ഒക്കെ വരണം. കേരളത്തിലും മാറണമല്ലോ. കേരളത്തിൽ നദ്ദയുടെ കാലാവധി എന്തായാലും ഈ മാസത്തോടെ കഴിയാനിരിക്കുകയാണ് നദ്ദയെ കേന്ദ്രമന്ത്രിസഭയിൽ എടുക്കുന്നത്. അപ്പം നദ്ദയുടെ ടൈം കഴിഞ്ഞു. പുതിയ BJP പ്രസിഡന്റ് വരണം. അദ്ദേഹം വരുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വവും മാറണം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ സുരേന്ദ്രനെ സംബന്ധിച്ച് സുരേന്ദ്രൻ്റെ പൊളിറ്റിക്കൽ കരിയറിലെ ഏറ്റവും വലിയ ഒരു സ്റ്റേച്ചറുമായിട്ട് നിൽക്കുകയാണ്. സംസ്ഥാനത്തെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തി, ഇടതുപക്ഷത്തെ തോൽപ്പിച്ച് നമ്പർ വോട്ട് കൊണ്ട്, സീറ്റ് കൊണ്ടല്ല. പിന്നെ 9ഓളം മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തി, 6ഓളം പാർലമെന്റ് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തിന് അടുത്തെത്തി. അല്ല, BJPയുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ല ഒരു പാർലമെന്റ് സീറ്റ് ജയിച്ചു. എന്തിന് സുരേന്ദ്രൻ മത്സരിച്ച വയനാട്ടിൽ പോലും 62,000-ഓളം വോട്ടുകൾ അധികം നേടി. ക്രിസ്ത്യൻ മേഖലകളിൽ സുരേന്ദ്രന് വലിയ മാറ്റം ഉണ്ടായി. എന്തിന് പിണറായി പാറപ്പുറത്ത് BJPക്ക് വോട്ടുകൾ വിടും, ധർമ്മടത്ത്. അങ്ങനെ വലിയൊരു മാറ്റം ഉണ്ടാക്കി. BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പെർസെൻറ്റേജും നേടി, 20% വോട്ട്. അല്ല, തീർച്ചയായിട്ടും ഈ BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല പെർഫോമൻസ്, ഏറ്റവും നല്ല പ്രസിഡന്റാണ് സുരേന്ദ്രൻ. അപ്പോൾ ഒരുപക്ഷെ സുരേന്ദ്രനും ചിലപ്പോൾ മാറേണ്ടി വന്നേക്കാം. അപ്പോൾ സുരേന്ദ്രൻ മാറിയാൽ ആര് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ സുരേന്ദ്രനെ അങ്ങനെ വെറുതെ മാറ്റാൻ പറ്റുമോ? ഇത്രയും വിന്നബിലിറ്റി പ്രൂവ് ചെയ്ത ഒരു പ്രസിഡന്റിനെ വെറുതെ മാറ്റാൻ പറ്റുമോ? അപ്പോൾ സുരേന്ദ്രന് മറ്റൊരു ബെറ്റർ പോസ്റ്റ് കൊടുക്കണം. ഒന്നെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ പണ്ട് പറയുന്ന പോലെ മിസോറാം ഗവർണർ എന്നൊക്കെ ആക്ഷേപിച്ച് പറയുന്ന പോലെ. കോൺഗ്രസ് പോലെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരൊന്നും ഇല്ലല്ലോ. ഇല്ല, അഖിലേന്ത്യാ സെക്രട്ടറി ആന്റണി അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. അങ്ങനത്തെ ഒരു പോസ്റ്റ് കൊടുക്കാം. അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് കൊടുക്കാം. കാരണം രാജ്യസഭയിലെ ചില അംഗങ്ങൾ പാർലമെന്റിലേക്ക്, ലോക്സഭയിലേക്ക് മത്സരിച്ച് വന്നിട്ടുണ്ട്. രാജ്യസഭയിൽ ചില ഒഴിവുകൾ വരും. ജോർജ് കുര്യനൊക്കെ അതിലേക്ക് ഫില്ല് ചെയ്യാൻ പോവാം. അപ്പോൾ അങ്ങനെ സുരേന്ദ്രനെ ഒരു രാജ്യസഭ MP ആക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സംഘടനാ ചുമതല കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഗവർണർഷിപ്പ് കൊടുക്കാം. അതൊക്കെ സാധ്യതയുണ്ട്. ഇവിടുന്ന് ആദ്യം പോകുന്ന ഗവർണർമാരായിട്ടാണ്. ഏറ്റവും പഴയ പ്രസിഡന്റുമാരൊക്കെ ഇപ്പോൾ ഗവർണർമാരാണല്ലോ. പിന്നീട് മീൻസ് കുമ്മനം, കമ്പാരിറ്റീവ്ലി അങ്ങനെ വന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ചെറുപ്പക്കാരനായ ഗവർണർ ആയിരിക്കും. പിന്നെ പാർലമെന്ററി പദവികൾ, അത്തരം പദവികളിലൊന്നും സുരേന്ദ്രൻ വന്നിട്ടുമില്ല. സുരേന്ദ്രനെ സംബന്ധിച്ച് സുരേന്ദ്രൻ്റെ പരാജയമൊന്നുമല്ല. സുരേന്ദ്രനെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ കരിയർ കൂടുതൽ ഭാസുരമായ ഒരു കാലം വരാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ സുരേന്ദ്രൻ മാറിയാൽ ആരാവും കേരളത്തിൽ? സുരേന്ദ്രൻ മാറിയാൽ എനിക്ക് തോന്നുന്നു ഇതിനകത്തെ ഈ നേരത്തെ പറഞ്ഞു കേട്ടിരുന്ന ആകണമെന്ന് ആഗ്രഹിക്കുന്ന മുരളീധരനാണ്. മുരളീധരൻ ഇപ്പോൾ ഒരു പോസ്റ്റും ഇല്ല. പക്ഷെ മുരളീധരൻ ആ തരത്തിലൊരു അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് കാണിച്ചിട്ടുണ്ടോ
മന്ത്രി എന്നുള്ള നിലയിലോ. പാർട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഭൂരിപക്ഷവും എന്ന് പറയാറുണ്ട്. പക്ഷെ കേന്ദ്രം അതിനപ്പുറം ചിന്തിക്കുന്നു എന്നല്ലേ. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ പലയിടത്തും വളരെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ലീഡർഷിപ്പ് ആഗ്രഹിക്കാത്ത സമയത്ത് പോലും ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവന്ന് വലിയ പ്ലേസ്മെന്റ് കൊടുക്കുകയും അംഗീകാരം കൊടുക്കുകയും അവരതിനനുസരിച്ച് പെർഫോം ചെയ്യുകയും ചെയ്തു. അമിത്ഷാ വന്നു. ആദ്യമേ ഈ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വന്നിറങ്ങുമ്പം സ്വീകരിക്കാൻ പോലും ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ മാവേലിക്കരയ്ക്കിൽ പോയി മാവേലിക്കരയിലെ ചാർജ് നോക്കുകയായിരുന്നു. അവസാനം ശോഭ വന്ന് ശോഭ സ്വന്തം നിലയ്ക്ക് മുന്നേറിയപ്പോൾ എന്നോട് BJP യുടെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് എന്നോട് കണ്ടപ്പോൾ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഒരാൾ, പേര് ഞാൻ പറയുന്നില്ല, ശോഭയെ ഒന്ന് സഹായിക്കണേ, ശോഭയുടെ കയ്യിൽ പൈസയൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സഹായം വളരെ പ്രധാനമാണ് എന്ന് ശോഭയ്ക്ക് വേണ്ടി, ശോഭ അറിഞ്ഞാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്ലാമറസായ നേതാവ് എന്നോട്, അദ്ദേഹം എന്നെ കണ്ടിട്ട് മടങ്ങുമ്പോൾ വണ്ടിയിൽ കയറി തിരിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് എൻ്റെ കൈക്ക് പിടിച്ച് പറഞ്ഞതാണ്. നമ്മൾ സഹായിച്ചിട്ടുമുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ സഹായിച്ചിട്ടുണ്ട്. കാരണം ശോഭ വിന്നബിലിറ്റിയുള്ള സ്ഥാനാർത്ഥിയായിരുന്നു, ജയിച്ചാൽ കൊള്ളാം എന്ന് നമ്മളും ആഗ്രഹിച്ചൊരു സ്ഥാനാർത്ഥിയാണ്. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയായിരുന്നു ശോഭയുടെ അവസ്ഥ. പക്ഷേ വളരെ പെട്ടെന്ന് അത് ചിത്രം ശോഭ സ്വന്തം വർക്ക് കൊണ്ട് സാന്നിധ്യം കൊണ്ട് മാറ്റി അത് കഴിഞ്ഞപ്പോൾ സംഘടനാ മിഷനറി മുഴുവൻ കൂടെ വന്നു. ഗോപകുമാറിനോട് തിരിച്ചു വരാൻ പറഞ്ഞു. അദ്ദേഹത്തെ ആലപ്പുഴയിൽ നിർത്തി. അമിത്ഷാ അവസാനം ശോഭയ്ക്ക് വേണ്ടി ആലപ്പുഴയിൽ വന്നു. അപ്പോൾ ചിത്രം ശോഭ മാറ്റിമറിച്ചു. അപ്പോൾ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനും ആഗ്രഹിക്കുന്നുണ്ടാവാം ഒരു സംസ്ഥാന അധ്യക്ഷയായ കൊള്ളാമെന്ന്, അങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുമുണ്ട്, പലരുടെയും പേരുകളുണ്ട്. അപ്പോൾ എന്നാലും നദ്ദ മാറിയാൽ ആര് വരുമെന്ന് നമുക്കറിയില്ല, സുരേന്ദ്രനെ മാറ്റുമോ എന്ന് നമുക്കറിയില്ല, ശോഭയാകുമോ പകരമെന്നറിയില്ല. ഇപ്പോഴും പക്ഷേ ആദ്യത്തെ ചോദ്യം ബാക്കി കിടക്കുന്നു, ആരായിരിക്കും അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന ചോദ്യം. മാഷ് പറഞ്ഞ പോലെ യോഗിയാകുമോ? ബിജെപിക്ക് അതിനുള്ള യോഗമുണ്ടോ? അത് എൻ്റെ മനസ്സിലൊരു പേരേ വരുന്നുള്ളൂ. കാരണം നമ്മുടെ ഒരു രാഷ്ട്രീയ ബോധം അതിനപ്പുറത്ത് എന്തായാലും എല്ലാ ഊഹങ്ങൾക്കും അപ്പുറത്ത്, എല്ലാ ധാരണകൾക്കും അപ്പുറത്ത് ഒരു പേര് വരും. അതിന് കാത്തിരിക്കാം. വേറെ നിവൃത്തിയൊന്നുമില്ല. അതാണ് BJP. സംഘപരിവാറിനെയും ഉറപ്പാണ് ഞെട്ടിക്കും. അതിന്റെ ഒരു സ്ഥിരം ശീലം വെച്ചിട്ട്. പക്ഷേ നമ്മുടെ നിസ്സഹായാവസ്ഥ ഓർക്കും. മാധ്യമ പ്രവർത്തകരാണ്, രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ് നമ്മളൊക്കെ. നമുക്ക് പറയാനൊരു പേരില്ല മാഷേ. അതെ, പക്ഷെ അവരുടെ കയ്യിൽ പേരുണ്ടാവും. എന്തൊരു അങ്ങനെ ഒരാളെ ഉചിതമായ സമയത്ത് ഉചിതമായ പ്ലേസ്മെന്റിലൂടെ പ്രൊജക്റ്റ് ചെയ്തു. എന്തൊരു പാർട്ടിയാണല്ലേ ഇത്? തീർച്ചയായിട്ടും ആ പാർട്ടിയുടെ ഡിസിപ്ലിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും പാഠമാവേണ്ടതാണ് ഡിസിപ്ലിൻ. നമ്മളിപ്പോൾ വലിയ കാഡർ പാർട്ടികളുടെ പോലെ അകത്ത് നടക്കുന്ന ഓരോ ചർച്ചയും പത്രക്കാർക്ക് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന BJPയിൽ അവരുടെ പ്രസിഡന്റ് ആരായിരിക്കും എന്നതുപോലും നമുക്ക് ഒരു സ്പെക്കുലേഷൻ പോലും സ്പേസ് ഇല്ല. അത് സാറ് പറഞ്ഞ ഒരു ക്വാളിറ്റി കൊണ്ടുകൂടിയായിരിക്കും. ഇപ്പോൾ ഈ നിയമനങ്ങളൊക്കെ വരുന്നതേ ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്നത് കൊണ്ടായതുകൊണ്ടുമായിരിക്കും. മറ്റേത് ഗ്രൂപ്പ് ഉണ്ടാക്കണം, ആളെ കൂട്ടണം, എന്നിട്ട് ജയിച്ചു വരണമൊക്കെ വേണമല്ലോ ജനാധിപത്യ പാർട്ടികളിൽ. കോൺഗ്രസിലും അങ്ങനെയല്ലേ, 2-3 പേര് നമുക്ക് പറയാൻ പറ്റും. അല്ല, അങ്ങനെ ആയിരുന്നില്ല സാറേ. പണ്ട് അങ്ങനെയല്ലല്ലോ. എല്ലാ വർഷവും കൃത്യമായി ICC സമ്മേളനം ചേരുകയും തെരഞ്ഞെടുപ്പ് പ്രസിഡന്റുമാർ മാറുകയും. മഹാത്മാഗാന്ധി പോലും ഒരു ടേമല്ലേ ആയിരുന്നു. കോൺഗ്രസ് ഒരാളെ ഇപ്പൊ ഖാർഗെയെ പ്രസിഡന്റ് ആക്കാൻ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. നമ്മുടെ പാവം തരൂര് പോയി മത്സരിച്ച് തോറ്റ് കുറച്ച് വോട്ട് പിടിച്ചതോടെ പുള്ളിക്കാരൻ പാർട്ടിയുടെ ശത്രുവായി ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടന്നു. എന്നാലും നേതൃത്വത്തിന്റെ മനസ്സിലെന്താണെന്ന് നമുക്കറിയാമായിരുന്നു. അതെ. അല്ല, അതും ഒരു കണക്കിന് അതിൻ്റെ ഒരു ജനാധിപത്യ സ്വഭാവമാണ് കേട്ടോ. അതിൽ വേറൊരു കാര്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മത്സരിച്ചിട്ട് തോറ്റു, അയാൾ കുറച്ച് വോട്ട് പിടിച്ചു, അപ്പോഴും അയാളെ ചെറുത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നില്ല. ജനാധിപത്യ സ്വഭാവമൊക്കെ നല്ലതാണ് തീർച്ചയായിട്ടും. പിന്നെ ഇടതുപക്ഷ സംഘടനകളെ ജനാധിപത്യ സ്വഭാവം അറിയാമല്ലോ. അത് പാർട്ടി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നേതൃത്വത്തിലിരിക്കുന്ന ലീഡർഷിപ്പ് ഒരു പാനൽ തയ്യാറാക്കി അവതരിപ്പിക്കുകയാണ്. അത് വോട്ടിനിടുകയാണ്. അതിൽ ആരെങ്കിലുമൊക്കെ പേര് വെട്ടണമെങ്കിലും അത് CPM അല്ല, മീൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവമാണ്, പൊതുവേ സ്വഭാവമാണ്. ആരെങ്കിലും എതിരെ മത്സരിച്ചാൽ അവന്റെ കാര്യം അന്ന് അവന്റെ കൗണ്ട്ഡൗൺ ആരംഭിച്ചു, തീരുമാനമാവും. അപ്പോൾ അതൊക്കെയാണ് പൊതുവേ ജനാധിപത്യം എന്ന് പറയുന്ന സംഘടനകളുടെ സ്വഭാവം. അതിനകത്ത് ആ അർത്ഥത്തിലുള്ള ജനാധിപത്യം ഇല്ലെങ്കിൽ പോലും ഈ കാര്യം വളരെ, എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ഗുണം ഉണ്ടാവുമല്ലോ. ഒരു വ്യക്തിയെ സൂക്ഷ്മമായിട്ട് പഠിക്കാനുള്ളൊരു മെഷീനറി, അയാളുടെ മൂവ്മെൻറ്റ്സിനെ സാറ് പറഞ്ഞു സ്കാൻ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു സംവിധാനം, എന്നിട്ട് റൈറ്റ് മൊമെൻറ്റിൽ അയാൾക്ക് റൈറ്റ് പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ട് റൈറ്റ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ട് വളരെ റൈറ്റായിട്ട് അയാളെ മൂവ് ചെയ്യിക്കാനുള്ള ഒരു സംവിധാനം. അത് ഒരു പക്ഷേ ഈ പറയുന്ന നമ്മൾ ലൂസായ ജനാധിപത്യത്തെക്കാൾ കുത്തഴിഞ്ഞു കിടക്കുന്ന, പരസ്പരം തെറി വിളിക്കുകയും തല്ലുകൂടുകയും ഒക്കെ ചെയ്യുന്ന
ഏതായാലും ചോദ്യം ബാക്കിയാണ്, ഞാനൊന്നും ഉറങ്ങത്തില്ല. ഇത് വലിയ പ്രഹേളികയാണ്. യാതൊരു സംശയവും വേണ്ട. ഏറ്റവും യുക്തമായൊരു പേഴ്സൺ തീർച്ചയായിട്ടും വരുമല്ലോ. കാവി ഉടുത്താണെങ്കിലും കാവി ഉടുത്താണെങ്കിലും BJP പ്രസിഡന്റ് ആവേണ്ടത് കാവി ഉടുത്ത ആൾ തന്നെയാണ്. അവർക്ക് ഏറ്റവും നല്ല കാവി ഉടുത്ത ആ ആശയത്തോട് കൂറുള്ള സത്യസന്ധതയും പ്രതിബദ്ധതയൊക്കെ ഉള്ള ഒരാൾ അവർ കണ്ടെത്തുമെന്ന് വിചാരിക്കാം. വരും. ഇതുവരെ വന്ന പേരുകളൊന്നും മോശമായിട്ടില്ല. ഇവരെ ഇപ്പോൾ നോമിനേറ്റ് ചെയ്ത് വന്ന ആളുകളാണെങ്കിൽ പോലും അവരുടെ പെർഫോമൻസ് മോശമായിട്ടില്ലല്ലോ. BJP അനുദിനം വളർന്നിട്ടല്ലേ ഉള്ളൂ. 80 തൊട്ട് ഇപ്പോൾ നമ്മൾ ഗഡ്കരി, മറ്റേ അമിത്ഷാ, നദ്ദ, രാജ്നാഥ് സിംഗ്, ആരായിരുന്നു മോശം? ആരും മോശമായിട്ടില്ല. അപ്പം അതുകൊണ്ട് അത്തരത്തിലൊരു പേര് ആ ശ്രേണിയിലേക്ക് നാളെ ഒരുപക്ഷെ കൂടുതൽ ബെറ്റർ ആയിട്ട് വരാവുന്ന ഒരു താരോദയം പ്രതീക്ഷിക്കാൻ മറ്റൊരു താരത്തെ നമുക്കിപ്പോൾ പറയാനൊരു പേര് പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഒരു അധികാരമായിരിക്കും. ഒരു പുതിയ അധികാര കേന്ദ്രം തന്നെ പറയാവുന്ന ഒരു പേര്. പക്ഷേ ആ പേര് നമുക്ക് കിട്ടുന്നില്ല. ഇല്ല, ആരുടെയും നമുക്കെന്നല്ല, ഇന്ത്യയിൽ ഒരു മാധ്യമത്തിലൊന്നുമല്ല. മാധ്യമങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ പേര് ഊഹിക്കുമെന്ന് പോലും എനിക്ക് സംശയമാണ്. അങ്ങനെ പറ്റുമെങ്കിൽ ആർക്കൊക്കെ പറ്റാം, എല്ലാവർക്കും പറ്റേണ്ടതല്ല. പറ്റുന്നില്ല എന്നതാണ് അതെ അതെ ഈ അർത്ഥത്തിൽ BJPയുടെ വിജയം. രസകരമായൊരു സമസ്യയുമാണ്. തീർച്ചയായിട്ടും ഇന്ന് ഉയർത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം തന്നെയാണത്. മീഡിയക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ചലഞ്ചുമാണത്. ആരെങ്കിലും ഊഹം ശരിയായാൽ അയാൾക്ക് ഇന്ത്യൻ മാധ്യമ രംഗത്തെ വലിയ പുരസ്കാരം കൊടുക്കുകയും ചെയ്യാം. അതെ അതെ, തീർച്ചയായിട്ടും. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.